ദൂരത്തിടെ ഒരു കഥയും ചൊല്ലുന്നു മുത്ത് റസൂലിൽ സ്വല്ലി സ്വലാത്തോതുന്നു നബി തൻ ആല സുഹാബോരിൽ ഗുണവിധി തേടുന്നു പൊതിമതിയാം സ്വല്ലല്ലാഹു ഒരു വിധിയായി ചൊന്നുള്ള വചനമിതായി നേരിന്ന് പുലരുകയായി പദവും ഒരു തിരുവോർക്കെത്തുന്ന ഒരു കഥയാണ്. മസ്ജിദ് നബവിയാണ് കാണുന്നത്. ബാങ്കി വിളി അവസാനിക്കുന്ന തക്ബീറിന്റെ വചനങ്ങൾ. മസ്ജിദ് നബവി ജനനിബിഡമായി. എന്താണ് ഇന്ന് പ്രത്യേകത? ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആദ്യം വന്നവർ മുൻനിരയിൽ തന്നെ ഈ പ്രവർത്തിച്ചതിനാൽ നമ്മുടെ കഥാനായകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഏറ്റവും പിന്നിലാണ് സീറ്റ് കിട്ടിയത്. ഇതിനിടയിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ദീർഘനേരം പ്രാർത്ഥിക്കുകയും ശേഷം തടിച്ചു കൂടിയ ജനസാഗരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാൻ ഇപ്രകാരം പറഞ്ഞു: രന്നും വാഴും കൈകളറിയാൻ തികഞ്ഞു ഞാനിന്നേ, വാക്കുരത്തോ എന്നിലെത്തിയ സത്യം കേട്ടിടണേ, വാഴും നാടിൻ ദുരിതം നീക്കാൻ നൽകി പേരിന്നേ, വാക്കുരത്തോർ പേര് ഉസ്മാൻ തങ്ങളാണിന്നേ. നാം ഈ സമ്മേളിച്ചതിന്റെ ഉദ്ദേശം രണ്ട് പ്രമുഖരിൽ ഒരാളെ ഖലീഫയായി ഇസ്ലാമിക ഭരണ നേതൃത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ ഞാൻ ജനസമക്ഷം സമർപ്പിച്ചപ്പോൾ എല്ലാവർക്കും എന്നെ കേൾപ്പിക്കാൻ ഒരേ ഒരു നാമമാണുണ്ടായത്. അതാകട്ടെ പ്രവാചക പൂങ്കവർ ദുന്നൂറൈനി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുകയും മഹാനെ ഖലീഫ പട്ടം അണിയിപ്പിക്കുകയും ചെയ്യുന്നു. മഹാൻ മിമ്പറിൽ നിന്നും താഴെയിറങ്ങുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിരിക്കുകയും ചെയ്തു. ജനങ്ങൾ ഓരോരുത്തരായി മഹാനെ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. പുകയ്ത്തുന്ന നാവുകളിൽ എന്നും ഒരു സൽഗുണ സമ്പന്നനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രാണനെടുക്കാൻ ചില മനുഷ്യ കാട്ടാള ഹസ്തങ്ങൾ വെമ്പൽ കൊള്ളുകയും ചില കശ്മലന്മാരുടെ കൈകളിൽ ഞെരിഞ്ഞമർന്ന അതിദാരുണമായ ഒരു കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതേ പകയിൽ കൊള്ളുന്ന അന്ത്യം. നയിച്ചിടുന്നേ ആരും പുകയെത്തിയെന്നേ, അഭിമാന താരിതം പൊങ്ങി അവരന്ന് നീങ്ങിടുന്നേ. പ്രവാചക പൂങ്കവരുടെയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് തന്നെ ഭരണതലത്തിൽ മാറ്റങ്ങളും ഉയർച്ചകളും കൈകൊണ്ടെങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനത താനിച്ചിക്കുന്ന വഴിയിൽ ചലിക്കാതെ വരികയും തന്നെ പുറം തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി കൈകൊള്ളുകയും പല്ലുന്നതും അവർക്ക് തന്നെ എതിർക്കുന്ന പ്രവണതയുമാണ് ദൃശ്യമായത്. അങ്ങനെയിരിക്കെ കാലപോക്കി ദുർഗതി കാട്ടിയും കെട്ടുകഥയും മിനിഞ്ഞുണ്ടാക്കി തന്റെ വഴി വന്നൊരു വിധിയെ തള്ളിയും നീങ്ങി ജനം. അങ്ങാരായെന്നറിയണം രക്ഷിത ആളുകൾ സാധ്യരുമല്ല, അറിവില്ല ജനമുടെ കയ്യിൽ ഭരണവും നിന്നിടുന്നു. എണ്ണിയാൽ തീരാത്ത ചെറുതും വലുതുമായ സുദൃഢമായ സേവനങ്ങളും നേട്ടങ്ങളും തന്റെ ഭരണകാലത്ത് കാഴ്ചവെച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ കെട്ടുകഥകളും പൊള്ളത്തരങ്ങളും അപഹാസങ്ങളും പടച്ചുണ്ടാക്കി ഭരണപദത്തിൽ നിന്ന് നീക്കാൻ ചില ചാരകൈകൾ പ്രവർത്തിക്കുകയുണ്ടായി. അവർക്ക് നേട്ടങ്ങളും നന്മകളും അല്ലായിരുന്നു പ്രശ്നം. ഖലീഫയെ ഇനി ഭരണത്തിൽ വെച്ചുകൂടാ, ഇല്ലായ്മ ചെയ്യണം. അതാണ് പിന്നീട് സംഭവിച്ചത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ.
ഉള്ളം പകയായി ഒരു കൂട്ടർ പൊങ്ങുന്നു, ഈജിപ്തിൻ മണ്ണിൽ ഈ മുള്ള് വളരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിമേനിയുന്നു, ഏറ്റം ഖലീഫയ്ക്കും എതിരിൽ പാണിയുന്നു. ചരിത്രങ്ങളിൽ പലതുകൊണ്ടും ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈജിപ്ത്, അവിടെ ചിലർക്ക് ആയടക്കം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഖലീഫയോടും ഭരണത്തോടുമുള്ള വെറുപ്പും വിദ്വേഷവും ഏറി വരികയാണ്. ഖലീഫയെ ഓർക്കാൻ പോലും കഴിയാത്ത വിധം അവിടെ ചിലരുടെ മനസ്സുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കെ 2000-ഓളം വരുന്ന ഖവാരിജികൾ ഹജ്ജിന്റെ ലക്ഷ്യവും പറഞ്ഞ് ഇഹ്റാമിന്റെ വേഷത്തിൽ മദീനയിൽ പ്രവേശിച്ചു. ഖലീഫയെ വകവരുത്താനുള്ള എല്ലാ വിധത്തിലുള്ള തന്ത്രങ്ങൾ ഒപ്പിക്കുകയും മദീനയിലുള്ള സ്വഹാബികളുമാരുടെ മേലിൽ വ്യാജ കത്തുകൾ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇവരുടെ രംഗപ്രവേശനം. അതൊന്ന് ശ്രദ്ധിക്കാം. കുത്തിമെനിഞ്ഞവർ ഒത്തൊരു വിച്ചപദം, കൗശലമിൽ ഭരണത്തെ തുരത്താൻ ചിന്തകളായി വരവായി തന്നുടെ കരമാൽ ഈ വിധമൊന്നും അറിയില്ലെന്നും ഖലീഫയുരത്ത്, തന്നുടെ കരമാൽ ഈ വിധമൊന്നും അറിയില്ലെന്നും ഖലീഫയുരത്ത്. തന്റെ കലാമുകൾ കേട്ട് മുഷിപ്പ് കാട്ടിയതായി നഫറേ, പത്തി വിടർത്തിയും പുണ്യ ഖലീഫയെ കുത്തിമലർത്താനും വഴി കാട്ടി, സത്യഗുണത്തിൻ പാതകൾ കാട്ടിയും വന്നിടുന്നു നിജമേ, ത്വയ്ബയിൽ വന്നിടുന്നു നിജമേ. ഹജ്ജാജികളാണെന്നും പറഞ്ഞ് ഇഹ്റാമിന്റെ വേഷത്തിൽ മദീനയിൽ കാലുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കാലേ കൂട്ടി ആവിഷ്കരിച്ചുകൊണ്ടാണ് ചതിയന്മാർ വന്നിട്ടുള്ളത്. തങ്ങളെ നേരിടാനും തല അരിയാനും ഖലീഫ സ്വന്തം കൈപ്പടിയിൽ കത്തെഴുതുകയും മുദ്രണം ചെയ്യുകയും ചെയ്ത കത്ത് ഖലീഫയുടെ സ്വന്തം വാഹനത്തിൽ നിന്നും ആളിൽ നിന്നും ഞങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്ന് ഈ കൂട്ടർ പറയുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു ഇവരോട് പറഞ്ഞു, കത്ത് ഞാൻ എഴുതിയതോ ഈ മുദ്ര ഞാൻ വെച്ചതോ അല്ല, പക്ഷേ തങ്ങളുടെ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി ഒന്നും അടിക്കാതെ ഇറങ്ങിയപ്പെട്ടവർക്ക് എന്ത് സത്യം? അവർ ഖലീഫയുടെ അടുക്കൽ അറിയുന്ന എല്ലാ വഴികൾ അടക്കുകയും കടുത്ത ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ദുരിതങ്ങൾ ഏകും നാള്, ദുഃഖത്താൽ നീങ്ങും നാള്, വധം ചെയ്യാൻ കോതിയുള്ള കൈകളുയർന്ന് ദുഷ്ട കൽപതുണർന്ന് ഉപരോധ വഴികൾ തുടർന്ന് ഉറ്റ ഉടയോര കൈകൾ തടഞ്ഞ് ഉസ്മാനോർക്കെല്ലാം തടുത്ത് സ്വന്തം വീടിനകത്തായി തടഞ്ഞ് പ്രാർത്ഥന വിലങ്ങി പോക്ക് മസ്ജിദും വിലങ്ങി അന്നപാനീയം കുടി ഇതാകയും മുടങ്ങി പ്രാർത്ഥന വിലങ്ങി പോക്ക് മസ്ജിദും വിലങ്ങി അന്നപാനീയം കുടി ഇതാകയും മുടങ്ങി ദുരിതങ്ങൾ ഏകും നാള് ദുഃഖത്താൽ നീങ്ങും നാള് വധം ചെയ്യാൻ കോതിയുള്ള കൈകളുയർന്ന് ദുഷ്ട കൽപതുണർന്ന് ഉപരോധത്തിന്റെ വഴികൾ തെരഞ്ഞെടുത്ത ദുഷ്ടർ ഭക്ഷണവും വെള്ളവും തടയുകയും നിസ്കരിക്കാൻ പോലും പുറത്തു പോകാൻ പറ്റാത്ത വിധം വീടിനകത്തായി തളച്ചിടുകയും സഹായിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവരേക്ക് തടയപ്പെടുകയുമുണ്ടായി. എന്തിനേറെ സ്വന്തം ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ തോൽപാത്രത്തിൽ വെള്ളവുമായി ചെന്നപ്പോൾ ദ്രോഹികൾ വെള്ളം വാങ്ങി വലിച്ചെറിയുകയും മഹദിയെ ഉപദ്രവിക്കുകയുമുണ്ടായി. അങ്ങനെ ദുഷ്ടർ ഒന്നും തള്ളുമായി വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന രംഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എങ്ങും ആശാന്തീരൻ കോർത്താകരങ്ങൾ ആ കൂട്ടർ വന്നാണല്ലേ തീർത്തും നാശത്തിൻ ദോഷം തന്നെ. ഏറ്റം കാലവുകൾ നന്നായി പണിതന്ന് തക്കാവും പാർത്ത് വന്നേ നാട്ടിൽ ദുഃഖം പരത്തിടുന്നേ. വീട്ടിൽ മാലികേനുമുണ്ട്
അന്ന് ബാബും തകർക്കാവുന്നേ കാവൽമാരുണ്ടേനവർക്ക് പിന്നിൽ കാണും വഴിയെ കടന്നേ പതറാതെ പൊരുതാൻ ഓരോ കാര്യങ്ങളും തയ്യാറുന്നിലേയൂറേ പതനം ഉറപ്പം ഖലീഫയും വേണ്ടെന്നേ അവരിലും ചൊല്ലിടുന്നേ ദിവസങ്ങളായി ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഖുർആൻ പാരായണം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖലീഫയെ അതികഠോര കരിങ്കലിന്റെ ഹൃദയമുള്ള സൗധാൻ എന്ന ദുഷ്ടൻ തന്റെ കയ്യിലുള്ള ഇരുമ്പ് കൊണ്ട് ഖലീഫയുടെ കൈക്ക് അടിക്കുകയും കൈ മുറിഞ്ഞ് രക്തമൊലിക്കുകയും ചെയ്യൂ. ആ കാപാലിക കൂട്ടം തങ്ങളുടെ വൈശാലിക കൃത്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എതിർത്തില്ല എല്ലാം സാധിക്കുന്നു തൗഫീഖുടയോനിൽ അഭയം കൊടുക്കുന്നു നന്മതൻ വാർത്തകളായി ചാമഞ്ഞുള്ളോർ നാശത്തിൻ വാദാനം പാടെ തുറക്കുന്നു നേരൊന്നും കേൾക്കാതെ നരകം തുറക്കുന്നോർ നൽവർ ഖലീഫയെ തല്ലി ചതക്കുന്നു. ഇരുമ്പുകൊണ്ട് കൊണ്ട് അടിയേറ്റ ഖലീഫയുടെ തല പൊട്ടി രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലൂടെ ഒറ്റ വീണു. പരിശുദ്ധ ഖുർആനിലെ താങ്കൾക്ക് വേണ്ടി അവരോട് പ്രതികാരം ചെയ്യാൻ അല്ലാഹു മതി, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന പരിശുദ്ധ ഖുർആനിലേക്കായിരുന്നു ഈ വിധം രക്തസാക്ഷിത്വമുണ്ടാകുമെന്ന് ആരംഭ നിബിധങ്ങൾ കാലേ കൂട്ടി പ്രവചിച്ചിരുന്നു. ആ സത്യമാണ് ഇവിടെ കൊല്ലുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നീട് പുണ്യശാന്തത്തിൻ വഴി തേടിയതാം ഈ നാൾ വഴി പവനമാം ദീൻ വഴിയിൽ മൃത്യുവരായി എന്നും പാവന ജന്നത്തിൽ അവർ പാറി പറന്നേ. കൂട്ടം കാഫാരികന്മാരുടെ കിരാതഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് ഹിജറ 35 ദുൽഹജ്ജ് 18 വെള്ളിയാഴ്ച മഹാൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 പുത്രിമാരെ വിവാഹം ചെയ്ത് നൂറൈനി എന്ന നാമം നേടിയെടുത്ത ഖലീഫ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവേ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ജീവിതത്തിൽ നീ ഉണ്ടാക്കരുത്. ഈ മഹത്തായ സന്ദേശം എന്റെ ശ്രോതാക്കൾക്ക് ഞാൻ നൽകി പകയിൽ കുതിർന്ന അന്ത്യം എന്ന ചെറുകഥാപ്രസംഗത്തിൽ നിന്നും ഞങ്ങൾ ഉപസംഹരിക്കുന്നു. മഹത്തുക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.